ഇന്റർവ്യൂ കിട്ടി എന്നുള്ളത്. അതിനുശേഷം ഇനി എനിക്ക് വിസയ്ക്ക് വെക്കണം, കോൺട്രാക്റ്റ് വരണം. ആ സമയത്ത് വിസ ഡേറ്റ് VFSൽ വിസ ഡേറ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ പുറത്ത് അന്വേഷിച്ചപ്പം 1,00,000 രൂപയും 60,000 രൂപയുടെ മേളിലോട്ടാണ് ഒരു ഡേറ്റ് എടുക്കുന്നതിന് അവർ പറഞ്ഞത്. സാമ്പത്തികമായിട്ട് അത്രയും കൊടുത്തെടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ സെൽഫായിട്ട് തന്നെ ഞാൻ VFSൻ്റെ സൈറ്റിൽ കയറി വെയിറ്റിംഗ് ലിസ്റ്റ് അപ്ലൈ ചെയ്തിട്ടു. എന്നിട്ട് ഞാൻ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയോടും ഡെയിലി ഞാൻ ഉപ്പ് കഴിക്കുമായിരുന്നു ഫുഡിൻ്റെ കൂടെ. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. ഈ കോൺട്രാക്റ്റ് വന്ന് എനിക്ക് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എനിക്ക് VFSയിൽ നിന്ന് ഒരു മെയിൽ വന്നു. ഒക്ടോബർ 10 എനിക്ക് VFSന് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ് കിട്ടി എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഞാൻ VFSൽ വിസയ്ക്ക് വെക്കാൻ വേണ്ടി പോയപ്പോഴും ഞാൻ VFSൽ ഉപ്പ് വെതറിയായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് വെതറിയാണ് പോയിരുന്നത്. അവിടെ ചെന്ന് ഞാൻ വിസയ്ക്ക് വെച്ചു. എനിക്ക് വിസ വരാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. 42ാമത്തെ ദിവസമാണ് എനിക്ക് വിസ കിട്ടുന്നത്. അപ്പോൾ അതിന് മുമ്പ് വെച്ച എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർക്ക് 2 പേർക്ക് റിജക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വിസ മേടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ബ്ലൂ ഡാർട്ടിൻ്റെ ഓഫീസിലോട്ട് പോകുന്ന വഴിക്കെല്ലാം ഞാൻ ജപമാല ചൊല്ലിയാണ് പോയിക്കൊണ്ടിരുന്നത്. ജപമാല ചൊല്ലി ഇത് പൊട്ടിച്ച് നോക്കി സ്റ്റാമ്പ് ചെയ്തേക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആദ്യം മാതാവിനാണ് നന്ദി പറഞ്ഞത്. കിട്ടുമെന്ന് പ്രതീക്ഷയല്ല. കുറച്ച് ഇയർ ഗ്യാപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ ടെൻഷനും എല്ലാം ഉണ്ടായിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് വിസ കിട്ടി. ഞാൻ നാളെ രാത്രി 11 മണിയുടെ ഫ്ലൈറ്റിന് ജർമ്മനിക്ക് പോവുകയാണ്.